ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ തടുക്കാൻ കണ്ണവത്ത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒന്നുകൂടി ജനിച്ചു വരേണ്ടി വരും ഈ കേരളത്തിന്റെ മണ്ണിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിപ്പ വന്നിട്ട് ഈ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. ഓക്കി വന്നിട്ട് പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. 2018-ലും 19-ലും നൂറ്റാണ്ട് കണ്ട പ്രളയമുണ്ടായപ്പോഴും ഞങ്ങളുടെ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. ലോകമാകെ വിറങ്ങലിച്ചുപോയ മനുഷ്യർ പുറത്തിറങ്ങാൻ പേടിക്കുകയും മടിക്കുകയും ചെയ്ത കോവിഡിന്റെ കാലത്തു പോലും ഞങ്ങളുടെ ഒരു പൊതിച്ചോറിന് കുറവ് വന്നിട്ടില്ല. ഞങ്ങളുടെ സഖാക്കളെ വർഗശത്രുക്കൾ കൊലക്കത്തികൊണ്ട് കുത്തിവീഴ്ത്തി പടഞ്ഞു മരിച്ച രക്തസാക്ഷികളുടെ ദിവസങ്ങളിൽ പോലും, രക്തസാക്ഷികൾ ഈ കേരളത്തിലുണ്ടായ ദിവസങ്ങളിൽ പോലും ഈ കേരളത്തിലെ ഒരാശുപത്രിയുടെ മുമ്പിലെയും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. നിപ്പയ്ക്ക് കഴിയാത്ത, ഓക്കിക്ക് കഴിയാത്ത, പ്രളയത്തിന് കഴിയാത്ത, കോവിഡിന് കഴിയാത്ത ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ തടുക്കാൻ കണ്ണവത്ത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒന്നുകൂടി ജനിച്ചു വരേണ്ടി വരും ഈ കേരളത്തിന്റെ മണ്ണിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 40,000 പൊതിച്ചോറാണ് ഈ കേരളത്തിൽ ഒരു ദിവസം ഡിവൈഎഫ്ഐക്കാരൻ കൊടുക്കുന്നത്. അപ്പൊ ഡിവൈഎഫ്ഐ എന്ന് കാണുമ്പോ ഹാലളകാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പൊതിച്ചോറ് മുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മുഴുവൻ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും അവസാനത്തെ ആൾക്ക് വരെ ഈ കേരളത്തിലെ ഗവൺമെന്റ് സൗജന്യമായി ഭക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പാക്കുന്ന നിമിഷം വരെ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കും. സണ്ണി ജോസഫ് KSEBയുടെ കറണ്ട് കട്ട് ചെയ്യുന്നത് പോലെ കണ്ണവത്ത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കട്ട് ചെയ്യാമെന്നാണ് കരുതുന്നതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ ജനങ്ങൾ, ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒരു ദിവസം 40,000 പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മാസം 12 ലക്ഷം ആളുകളുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റുന്നു. ഇത് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇത് ഡിവൈഎഫ്ഐക്കാരുടെ മാത്രം വീട്ടിൽ നിന്നാണ് എന്ന്. നല്ല കറകളഞ്ഞ മുസ്ലിം ലീഗുകാരുടെ വീടുകളിൽ നിന്ന്, കോൺഗ്രസുകാരുടെ വീടുകളിൽ നിന്ന്, രാഷ്ട്രീയം ഏതുമില്ലാത്തവരുടെ വീടുകളിൽ നിന്നൊക്കെ സ്നേഹപ്പൊതികൾ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും പോകുമ്പോൾ പൊതിഞ്ഞു കെട്ടിക്കൊടുക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഒരു കൌൺസിലറെ BJP പുറത്താക്കിയത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനോട് സഹകരിച്ചു എന്നതിന്റെ പേരിലാണ്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ചേർത്ത് പിടിച്ച ലോകത്തിലെ സന്നദ്ധ സംഘടനകളുടെ എല്ലാം മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു പദ്ധതിയാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പൊതിച്ചോറ് ഇങ്ങനെയൊന്നും മുടക്കിയിട്ടില്ല. അത് മുടങ്ങുമെന്ന് ആരും വിചാരിക്കണം. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഈ നാട്ടിൽ എന്തെല്ലാം വലിയ പ്രതിസന്ധികളുണ്ടായി. നിപ്പ വന്നിട്ട് ഈ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. ഓക്കി വന്നിട്ട് പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. 2018-ലും 19-ലും നൂറ്റാണ്ട് കണ്ട പ്രളയമുണ്ടായപ്പോഴും ഞങ്ങളുടെ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. ലോകമാകെ വിറങ്ങലിച്ചുപോയ മനുഷ്യർ പുറത്തിറങ്ങാൻ പേടിക്കുകയും മടിക്കുകയും ചെയ്ത കോവിഡിന്റെ കാലത്തു പോലും ഞങ്ങളുടെ ഒരു പൊതിച്ചോറിന് കുറവ് വന്നിട്ടില്ല. ഞങ്ങളുടെ സഖാക്കളെ വർഗശത്രുക്കൾ കൊലക്കത്തികൊണ്ട് കുത്തിവീഴ്ത്തി പടഞ്ഞു മരിച്ച രക്തസാക്ഷികളുടെ ദിവസങ്ങളിൽ പോലും, രക്തസാക്ഷികൾ ഈ കേരളത്തിലുണ്ടായ ദിവസങ്ങളിൽ പോലും ഈ കേരളത്തിലെ ഒരാശുപത്രിയുടെ മുമ്പിലെയും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് മുടങ്ങിയിട്ടില്ല. നിപ്പയ്ക്ക് കഴിയാത്ത, ഓക്കിക്ക് കഴിയാത്ത, പ്രളയത്തിന് കഴിയാത്ത, കോവിഡിന് കഴിയാത്ത ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ തടുക്കാൻ കണ്ണവത്ത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒന്നുകൂടി ജനിച്ചു വരേണ്ടി വരും ഈ കേരളത്തിന്റെ മണ്ണിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കെ മുരളീധരനെ കുറിച്ച് അവരുടെ പാർട്ടിക്കാർ പറഞ്ഞതുപോലെ, ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നില്ല. കാരണം കോൺഗ്രസിന്റെ സംസ്കാരവും ഞങ്ങളുടെ സംസ്കാരവും വേറെയാണ്. കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഞാനിവിടെ പറയുന്നില്ല. ഉണ്ണിത്താൻ പറഞ്ഞതെന്താ? കെ മുരളീധരൻ ആണായി ജനിച്ചത് നന്നായി, മറിച്ചു പെണ്ണായാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ വാക്കി പൂരിപ്പിക്കുന്നില്ല. നിങ്ങൾ ഉണ്ണിത്താന്റെ പഴയ പ്രസംഗം പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. കേരളത്തിൽ ആരോഗ്യരംഗത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോ 9 വയസ്സായ ഒരു കുട്ടിക്ക് പോലും ചികിത്സാ പിഴവിന്റെ ഭാഗമായി മരണം സംഭവിച്ചിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യമേഖല ആകെ തകർന്നുപോയിരിക്കുന്നു. തകർന്നുപോയ ആരോഗ്യമേഖലയെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ, ആരോഗ്യമേഖലയുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ലോകത്തിലെ ആളുകൾ, മനുഷ്യസ്നേഹികൾ മുഴുവൻ അംഗീകരിച്ച ഒരു പദ്ധതിയെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ലാതാക്കാനുള്ള വണ്ണവും വലിപ്പവും ഒന്നും 105 സീറ്റിന്റെ പിൻബലത്തിൽ കേരളം ഭരിക്കുന്ന UDFന്റെ മുന്നണിക്കോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കോ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഇത് ഞങ്ങളുടെ മാത്രം പദ്ധതിയല്ല. ഈ പദ്ധതിയോട്
ഈ നാട്ടിലെ മനുഷ്യ സ്നേഹികളെല്ലാം സഹകരിക്കുന്നുണ്ട്. കോൺഗ്രസും ലീഗും CPM-ഉം CPI-യും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഞങ്ങൾക്ക് പൊതിച്ചോറ് തരുന്നുണ്ട്. അത് നാളെയും തരും. ഞങ്ങൾ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ഉള്ള ആളുകളോട് പറയാനുള്ളത്, ഈ നാട്ടിൽ വൈദ്യുതിയുടെ പ്രതിസന്ധി പരിഹരിക്കണം, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ വലിയ ഭൂരിപക്ഷം തന്ന് വിജയിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെക്കാൾ മികച്ച രൂപത്തിൽ ഭരിക്കാനാണ്. അല്ലാതെ ഇരുണ്ട കാലം തിരികെ കൊണ്ടുവരാനല്ല, പവർ കട്ട് കൊണ്ടുവരാനല്ല, ചികിത്സാ പിഴവിന്റെ പേരിൽ ആളുകൾ മരിച്ചു വീഴാനല്ല, ഫോൺ ഇല്ലാതാക്കാനല്ല, റെയിൽ ഇല്ലാതാക്കാനല്ല, ഈ നാടിന്റെ മനസമാധാനം ഇല്ലാതാക്കാനല്ല നിങ്ങളെ 105 സീറ്റിന്റെ പിൻബലത്തോടുകൂടി ആളുകൾ അധികാരത്തിൽ കൊണ്ടുവന്നത് എന്ന് മാത്രം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.